ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സാത്താൻ്റെ ഒരു പ്രവർത്തന ശൈലി നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ ഉണ്ണീശോയ്ക്ക് ഒരു ഉമ്മ കൊടുക്കാനുള്ള മറ്റൊരു മാർഗം നമുക്ക് കണ്ടെത്താൻ പറ്റും. അത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം. പ്രാർത്ഥന ഉള്ള വ്യക്തികളെ സാത്താന് തൊടാൻ പറ്റില്ല, പ്രാർത്ഥിക്കാത്ത വ്യക്തികളെ സാത്താൻ വിടത്തുമില്ല. ഇത് വചന വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഞാൻ കേട്ടൊരു കാര്യമാണ്, ഒരു അമ്മയുടെ പ്രാർത്ഥന, മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ജപമാല ചൊല്ലിയും ഉപവാസം നോക്കിയുമൊക്കെ അവർ പ്രാർത്ഥിച്ചു. ഈ മകൻ ഒരു പാപ സാഹചര്യത്തിൽ ചെന്നുപെട്ടു. പക്ഷെ അവന് പാപപ്രവൃത്തിയിലേക്ക് പോകാൻ പറ്റിയില്ല. അതിനു മുമ്പ് അവൻ കാണുന്നത് അവൻ്റെ അമ്മ കൊന്ത കൈ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു രംഗം. അതുകൊണ്ട് പിന്നെ അവിടുന്ന് അവന് ഈ പാപപ്രവൃത്തിക്ക് മുമ്പോട്ട് പോകാൻ പറ്റിയില്ല. ചാടി പുറത്തിറങ്ങി അവിടുന്ന് രക്ഷപ്പെടാനായിട്ടാണ് അവൻ നോക്കിയത്. കൂട്ടുകാര്, നിനക്ക് എന്നാ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യം, എനിക്ക് വേണ്ട, എനിക്ക് ഈ സുഖം വേണ്ട. എൻ്റെ അവസാനം കാരണം വെളിപ്പെടുത്തിയതാണ്, ഞാൻ അകത്തോട്ട് കയറുമ്പോൾ കാണുന്നത് എൻ്റെ അമ്മ കൊന്തയും കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന. ഫിസിക്കലി അമ്മ അവിടെ ഇല്ലായിരുന്നു, പക്ഷെ ദൈവം അങ്ങനെ ഒരു രംഗം കാണിച്ചു കൊടുത്തു. അവനും അറിയായിരുന്നു അവൻ്റെ അമ്മ അവന് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുന്നതാണ്. പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ അവനെ ദൈവം രക്ഷിച്ചത്. പ്രാർത്ഥിക്കുന്നവരെ സാത്താന് തൊടാൻ പറ്റില്ല, പക്ഷെ പ്രാർത്ഥനയില്ലാത്തവരെ സാത്താൻ വിടില്ല. അതാണ് നാം മനസ്സിലാക്കിയിരിക്കേണ്ട വലിയ ഒരു യാഥാർത്ഥ്യം. നമുക്കിത് മനസ്സിൽ വെച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ തിരിച്ചറിയാം. ഒന്നാമത്തെ കാര്യം, സാത്താൻ ഒരു ലക്ഷ്യമുണ്ട്. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? എങ്ങനെയെങ്കിലും നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ ഒന്ന് കയറി പറ്റണം, നമ്മുടെ പ്രാർത്ഥന ഒന്ന് ബ്ലോക്ക് ചെയ്യണം. അതാണ് അവൻ്റെ ലക്ഷ്യം. ഇത് നമുക്ക് ചില വചനങ്ങളുമായി ബന്ധപ്പെടുത്തി കാണുമ്പോൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. എഫേസസ് 6:10 നമ്മൾ വായിക്കുന്ന എന്താണ്? നമ്മുടെ യുദ്ധം ശരീരരക്തങ്ങൾക്കെതിരായിട്ടല്ല, മാംസരക്തങ്ങൾക്കെതിരായിട്ടല്ല, പിന്നെയോ പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർദ്ധിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരായിട്ടാണ്. അതാണ് വചനം പഠിപ്പിക്കുക. തിന്മയുടെ ദുരാത്മാവ് അവൻ എവിടെ കയറിപ്പറ്റാൻ ആഗ്രഹിക്കുന്നവനാണ്? സ്വർഗീയ ഇടം. ഈ സ്വർഗീയ ഇടം എന്താ? പ്രയർ റൂം, ഇവിടെ പ്രാർത്ഥനാ മുറി. അവിടെ എങ്ങനെയെങ്കിലും കയറിപ്പറ്റണം, നമ്മുടെ പ്രാർത്ഥന ബ്ലോക്ക് ചെയ്യണം എന്നുള്ളത് സാത്താൻ്റെ വലിയൊരു ലക്ഷ്യമാണ്. നമ്മൾ തിരിച്ചറിയാതിരുന്നാൽ, പ്രാർത്ഥിക്കാതിരിക്കുന്നതിൽ നമുക്ക് ഒരു വിഷമവും തോന്നത്തില്ല. പ്രാർത്ഥിക്കാതിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗമായിട്ട് അങ്ങ് മാറും. അങ്ങനെയുള്ളവരെ സാത്താൻ വിടില്ല എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. 1 പത്രോസ് 5-ാം അധ്യായം 8-ാമത്തെ വചനം പഠിപ്പിക്കുന്നത് എന്താ? സാത്താൻ്റെ ഒരു പ്രവർത്തന ശൈലി, അലറുന്ന സിംഹം. അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് നോക്കി നടക്കുന്നവനാണ്. അവൻ്റെ കയ്യിൽ പ്രാർത്ഥനയില്ലാത്തവരെ കിട്ടി അങ്ങനെ ഇരിക്കും. അതുകൊണ്ട് ഈ അലറുന്ന സിംഹത്തെ ചെറുത്തു നിൽക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അതുപോലൊരു പ്രാർത്ഥനാ ജീവിതം നമുക്കുണ്ടാകണം. നമ്മൾ പ്രാർത്ഥനയിൽ ജ്വലിച്ചു നിൽക്കണം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ സാത്താൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് എന്താണ്? ചിഹ്നം, വോട്ടിങ്ങിനാണേലും ചിഹ്നമുണ്ട്. സാത്താൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് അത് മനസ്സിലാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. തന്ത്രമാണ്, തന്ത്രം. 2 കൊറിന്തോസ് 11:14 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, സാത്താൻ വരുന്നത് കൊമ്പും കോലും ഒക്കെ വെച്ച് അങ്ങനെ ഒരു ഷേപ്പിലല്ല, മാലാഖയുടെ വേഷം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് തന്ത്രമാണ്. അറിവ് നമുക്കില്ലെങ്കിൽ, നല്ല പ്രാർത്ഥനാ ജീവിതം നമുക്കില്ലെങ്കിൽ അവൻ നമ്മെ വിഴുങ്ങും എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, ഈ സാത്താന് ശരിക്കും മർമ്മം അറിയാം. കറക്റ്റ് അവിടെ കയറി പിടിക്കും. നമുക്കറിയാലോ, ഒരു ആനയെ കൺട്രോൾ ചെയ്യാനായിട്ട് പാപ്പാൻ ഒരു തോട്ടി മതി. കറക്റ്റ് മർമ്മം അറിയാവുന്നത് കൊണ്ട് ചില വൈദ്യർക്ക്, ലാടകുരുക്കൾ, അങ്ങനെയുള്ള വ്യക്തികൾ, അവർക്ക് കറക്റ്റ് മർമ്മം അറിയാം. അതുകൊണ്ട് തന്നെ ഒരു ബോഡിയെ കൺട്രോൾ ചെയ്യാനായിട്ട് അവർക്ക് വളരെ എളുപ്പമാണ്. സാത്താന് കറക്റ്റ് മർമ്മം അറിയും. നമ്മളെ എവിടെ കയറി പിടിച്ചാൽ അവന് നിയന്ത്രിക്കാൻ പറ്റും, അവൻ്റെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് കൃത്യമായിട്ട് അവനറിയാം. അതാണ് നമ്മുടെ പ്രാർത്ഥനാ മുറി. അതുകൊണ്ടാണ് ആ മുറി അവൻ ലക്ഷ്യം വെക്കുന്നത്. എങ്ങനെയെങ്കിലും നമ്മുടെ പ്രാർത്ഥന തടസ്സപ്പെടുത്തുക, ബ്ലോക്ക് ചെയ്യുക,
എന്നിട്ട് അവൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മളെ കൊണ്ടുപോവുക. യൂതിത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായം 7-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ഹോളോഫെർണസ്, മർമ്മം പഠിച്ചവൻ. ഇനി ഇസ്രായേൽക്കാരെ തറ പറ്റിക്കാൻ അവന് കണ്ടെത്തിയ ഒരു മർമ്മമുണ്ട്. അവരുടെ നീർച്ചാല് കൈയടക്കുക. അത് കണ്ടെത്തി അവിടെ അവൻ പ്രതിരോധം ഏർപ്പെടുത്തി. അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇവർക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ വെള്ളം കിട്ടാണ്ടായി. നീർച്ചാല് ഇവൻ കീഴടക്കി, ജലം അളന്നളന്ന് കൊടുക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുകയാണ്, നമ്മൾ യൂതിത്ത് 7:25 വായിച്ചു കഴിഞ്ഞാൽ യുവജനങ്ങൾ പോലും ആശയറ്റ് വീണ് മരിക്കുന്ന ഒരു രംഗം. കറക്റ്റ് മർമ്മത്തെ കയറി പിടിച്ചപ്പോൾ അതിനുണ്ടായ റിസൾട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ സാത്താന് കൃത്യം അറിയാം, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ബ്ലോക്ക് ചെയ്താൽ നമ്മൾ ശക്തിയറ്റ്, പ്രത്യാശയറ്റ് നമ്മൾ വീണ് മരിക്കും എന്നുള്ളത് അവനറിയാവുന്ന ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം, ദൈവവചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവം കൂടെയുള്ളവരെ സാത്താന് പേടിയാണ്. നമ്മുടെ കൂടെ ദൈവം ഉണ്ടെന്ന് അറിഞ്ഞാൽ, നമ്മൾ നല്ല പ്രാർത്ഥനയുള്ളവരാണെന്ന് അറിഞ്ഞാൽ നമ്മുടെ അടുത്തേക്ക് വരാൻ പോലും സാത്താൻ ഭയപ്പെടും. സങ്കീർത്തനം 118 6 മുതൽ വായിക്കുമ്പോൾ സങ്കീർത്തനൻ പറയാണ്, കർത്താവ് എൻ്റെ കൂടെയുണ്ട്, ഞാൻ ആരെ പേടിക്കണം? മനുഷ്യർക്ക് എന്നോട് എന്ത് ചെയ്യാൻ പറ്റും? സാത്താൻ എന്നോട് എന്ത് ചെയ്യാൻ പറ്റും? കർത്താവ് എൻ്റെ കൂടെയുണ്ട്. അങ്ങനെ കർത്താവ് കൂടെയുള്ളവരെ സാത്താന് ഭയമാണ്. മർക്കോസ് 5 നമ്മൾ കാണുന്നത് എന്താ? ഒരു പിശാച് ബാധിതൻ കർത്താവ് അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോഴേ, നീ എന്തിനാ ഇങ്ങോട്ട് വരിക? നീ എൻ്റെ കാര്യത്തിൽ എന്തിനു ഇടപെടണം? എന്നെ വിട്ടുപോവുക. അങ്ങനെ പറയുന്ന സാത്താനെ കാണാൻ പറ്റും. കാരണം കർത്താവിന് ഭയമാണ്, കർത്താവ് കൂടെയുള്ളവരെയും സാത്താന് ഭയമാണ്. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 5:18 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, യേശു ക്രിസ്തുവിനുള്ളവരെ സാത്താന് തൊടാൻ പോലും പറ്റില്ല. പിന്നെ എന്തിനാ നമ്മൾ സാത്താനെ ഭയപ്പെടണം? യേശു ക്രിസ്തുവിൻ്റെ കൂടെ നിന്നാൽ മതി, അങ്ങനെയുള്ളവരെ അവന് തൊടാൻ പോലും പറ്റില്ല. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, യാക്കോബ് 4-ാം അധ്യായം 7 മുതൽ വായിക്കുമ്പോൾ ഈ 2 കാര്യങ്ങൾ ചെയ്താൽ മതി, നീ സുരക്ഷിതയായിരിക്കും. ദൈവത്തോട് ചേർന്ന് നിൽക്കുക, സാത്താനെ ചെറുത്ത് തോൽപ്പിക്കുക. ഇതാണ് പ്രാർത്ഥനാ ജീവിതമുള്ളവരുടെ ജീവിതത്തിൽ സാധ്യമാവുക. അങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും സാത്താന് നമ്മളെ തൊടാൻ പറ്റില്ല. പ്രാർത്ഥനയില്ലാത്തവരാണെങ്കിൽ സാത്താൻ നമ്മെ വിടത്തില്ല. ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് നല്ല പ്രാർത്ഥനാ ജീവിതം അത് പണിതുയർത്തുവാനുള്ള ആ ഒരു തീരുമാനമെടുത്ത്, ആ തീരുമാനം ഉണ്ണീശോയ്ക്ക് ഒരു ഉമ്മയായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേരാം. ദൈവത്തിൻ്റെ വചനം ശ്രവിച്ച നമുക്ക് ആ വചന നിറവിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നാളെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.